നീ നേതാവ് കളിക്കണ്ട, പോലീസിനെ എതിർത്ത് സംസാരിക്കാനായോടാ. നിന്റെ രാഷ്ട്രീയ പ്രവർത്തനവും ശാന്തിപ്പണിയും എല്ലാം അവസാനിപ്പിച്ചു തരും. തൃശൂർ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് നേരെ പോലീസിന്റെ ആക്രോശം ഇങ്ങനെയായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ കണ്ടതിനേക്കാൾ ഭയാനകമായിരുന്നു പോലീസിന്റെ തേർവാഴ്ച. യുവാവിനെ നിലത്തിരുത്തി കാലിനടിയിൽ ലാത്തി കൊണ്ടടിച്ചു. ഇങ്ങനെ കാലിനടിയിൽ മാത്രം 45 തവണ അടിയേറ്റു. പിന്നീട് നിവർന്ന് ചാടാൻ പറഞ്ഞു. ക്രൂരമായ മർദ്ദനത്തിൽ തളർന്നൊരു യുവാവ് ഒരൽപ്പം വെള്ളം കുടിക്കാൻ ചോദിച്ചിട്ട് പോലും നൽകിയില്ല. ചെവിടത്തിനേറ്റ അടിയിൽ കർണപുടം തകർന്നു. ശരീരത്തിനേറ്റ മർദ്ദനത്തെക്കാൾ സങ്കടകരമാണ് കഴിഞ്ഞ 2.5 വർഷത്തോളം സുജിത്ത് അനുഭവിച്ച പീഡനം. ഭീഷണികളെയും സമ്മർദ്ദത്തെയും 20 ലക്ഷം രൂപ നൽകാമെന്നുള്ള പോലീസിന്റെ വാഗ്ദാനത്തെയും അതിജീവിച്ചാണ് സുജിത്ത് പോരാട്ടം നടത്തിയത്. യുവാവിനെ മർദ്ദിച്ച കേസിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം അലയടിക്കുമ്പോൾ പോലീസുകാർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. നമ്മൾ കണ്ടതിനേക്കാൾ ഭയാനകമായിരുന്നു തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ആ രാത്രി നടന്ന സംഭവങ്ങൾ. പോലീസിന്റെ ആദ്യത്തെ അടിയിൽ തന്നെ സുജിത്തിന്റെ ബോധം പോയി. വാഹനത്തിനകത്ത് കയറ്റുമ്പോൾ ഷർട്ട് വലിച്ചു കീറി. പിന്നീട് ഉടുതുണി പോലും ഇല്ലാതെ തല്ലിച്ചതച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കസ്റ്റഡിയിലെ ക്രൂരമർദ്ദനം ഒതുക്കാൻ പോലീസ് പണം വാഗ്ദാനം ചെയ്തതാണ് സുജിത്തിന്റെ വെളിപ്പെടുത്തൽ. അതേസമയം കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാതെ നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾക്ക് രക്ഷപ്പെടാൻ പഴുതുകളേറെ ഉണ്ടായിരുന്നു. ദൃശ്യങ്ങൾ ലഭിച്ചിട്ടും ദുർബല വകുപ്പുകൾ മാത്രമാണ് ഉദ്യോഗസ്ഥർക്കെതിരെ ചുമത്തിയത്. അതേസമയം സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിരയാക്കിയ സംഭവത്തിൽ പ്രതികളായ പോലീസുകാർക്ക് രക്ഷപ്പെടാൻ പഴുതേറെയിട്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. ലോക്കപ്പ് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും 1 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. കൈകൊണ്ട് അടിച്ചു എന്ന വകുപ്പ് മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. 2023 ACP സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ 3ാം മുറ ശരിവച്ചിരുന്നു. കൊടുത്തത് നല്ല ഇടിയെന്നായിരുന്നു ACPയുടെ റിപ്പോർട്ട്. എന്നാൽ പ്രതികളെ രക്ഷിക്കാൻ വകുപ്പിൽ നിന്ന് തന്നെ ശ്രമമുണ്ടായെന്നാണ് ആരോപണം. 2 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അതേസമയം സംഭവത്തിൽ 2 ശിക്ഷ പറ്റില്ലെന്ന പോലീസിന് നിയമോപദേശം ലഭിച്ചതായിട്ടാണ് വിവരം. 4 പോലീസുകാരുടെയും പ്രമോഷൻ 3 വർഷത്തേക്ക് തടഞ്ഞിരുന്നു. ഇൻക്രിമെന്റ് 2 വർഷത്തേക്ക് തടഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയൊരു വകുപ്പ് തല നടപടി സാധ്യമല്ലെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. എന്നാൽ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന നിലപാടിലാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. മർദ്ദനത്തിന്റെ ഭാഗമായ മുഴുവൻ പേരെയും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേക്കും. തുടർ നടപടിയുടെ നിയമസാധുത പരിശോധിക്കാൻ DGP ഉത്തരമേഖല IGക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കസ്റ്റഡിയിലെ ക്രൂരമർദ്ദനം ഒതുക്കാൻ പിന്നീട് പോലീസ് പണം വാഗ്ദാനം ചെയ്തു എന്നാണ് പരാതിക്കാരനായ സുജിത്തിന്റെ വെളിപ്പെടുത്തൽ. പണം വാഗ്ദാനം ചെയ്തപ്പോൾ നിയമവഴിയിൽ കാണാമെന്ന് പറഞ്ഞതോടെ ഉദ്യോഗസ്ഥർ പിന്തിരിയുകയായിരുന്നു. വാഗ്ദാനങ്ങൾ തുടക്കത്തിലെ ഉണ്ടായിരുന്നു. സെറ്റിൽമെന്റിന് തയ്യാറാണെങ്കിൽ നമ്മൾ പറയുന്ന ഡിമാൻഡ് അനുസരിച്ചിട്ട് ഒരു സെറ്റിൽമെന്റ് അവിടെ മുന്നിയും ഇതുപോലെ സ്റ്റേഷനിൽ ഒരു പ്രവർത്തകനെ അതുപോലെ മർദ്ദനം ഉണ്ടായിട്ടുണ്ട്. അത് സെറ്റിൽമെന്റ് അന്നത്തെ ഒരു CI ആയിരുന്ന ഉദ്യോഗസ്ഥൻ അത് തീർപ്പാക്കിയതാണ്. വാഗ്ദാനം ചെയ്തത് അന്നത്തെ സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നത് 10 ലക്ഷം രൂപയായിരുന്നു. അതിന്റെ ഇരട്ടിയിലാണ് നമ്മളെടുത്ത് പറഞ്ഞത്. എങ്കിൽ നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു ഫണ്ട് പറയുകയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് അതിന്റെ സെറ്റിൽമെന്റ് അവർ തയ്യാറാവുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തയ്യാറായില്ല. മർദ്ദനത്തിന് നേതൃത്വം നൽകിയ SI നുഹ്മാന്റെ മലപ്പുറത്തെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ലാത്തി വീശിയാണ് പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത്.
സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് യൂത്ത് കോൺഗ്രസിന്റെ നീക്കം. ഈ മാസം 10-ാം തീയതി പ്രതികളായ പോലീസുകാർ ജോലി ചെയ്യുന്ന സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തും. ന്യൂസ് 18 തൃശൂർ.